കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. ഡൽഹി സ്ഫോടനത്തിൽ 11 മരണം, 30-ലേറെ പേർക്ക് പരിക്ക്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. നടന്നത് ചാവേർ ആക്രമണമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. പൊട്ടിത്തെറിച്ച i20 കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം. കാറിന്റെ ആദ്യ ഉടമ പുൽവാമ സ്വദേശി. കാറിന്റെ ഉടമസ്ഥ രേഖകൾ നിയമവിരുദ്ധമായി മാറ്റിയത് 4 തവണ. ഗുരുഗ്രാം സ്വദേശിയായ കാർ ഡീലറെ ചോദ്യം ചെയ്യുന്നു. കാറിലെത്തിയവർ ചെങ്കോട്ട പരിസരത്ത് തങ്ങിയത് 3 മണിക്കൂറിലേറെ. CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കനത്ത സുരക്ഷ. UAPA ചുമത്തി കേസെടുത്ത് ദില്ലി പോലീസ്. അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം 9:30. ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്കയും ബ്രിട്ടനും. ബീഹാറിന്റെ അന്തിമ ജനവിധി ഇന്ന്. രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. ബീഹാറിൽ കർശന സുരക്ഷ. എക്സിറ്റ് പോളുകൾ വൈകിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ആവേശത്തിൽ മുന്നണികൾ. പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. കൊച്ചിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. CPM പട്ടിക നാളെ.